പ്രവർത്തന മേഖലയാണ് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നൽകുക എന്നുള്ളത്. കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഐക്കോൺ എന്ന് പറയുന്ന ചാരിറ്റബിൾ സംഘടനയുമായിട്ട് ചേർന്ന് നമ്മൾ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. കഴിഞ്ഞ വർഷം 23 കുട്ടികൾക്ക് നമുക്ക് കൊടുക്കുവാനായിട്ട് കഴിഞ്ഞുള്ളൂവെങ്കിലും ഈ വർഷം 51 കുട്ടികൾക്ക് കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ത്യൻ ഓർത്തഡോക്സ്, പ്രത്യേകിച്ച് സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഓസ്റ്റിനുള്ള ഗ്രിഗോറിയോസ് ചർച്ച് നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു വീട് പണിയാൻ തക്കവണ്ണം $1750 അവർ വീട് പണിത് കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയുണ്ടായി. അതോടൊപ്പം തന്നെ വിവാഹ സഹായത്തിന് $500 ലഭിച്ചിട്ടുണ്ട്. ചികിത്സാ സഹായമായിട്ട് പല ആളുകൾക്കായിട്ട് $200 $250 വീതം തന്നിട്ടുണ്ട്. ആയിരിക്കുന്ന ആളുകളും ജീവിത മാർഗത്തിന് വകയില്ലാതെ അയക്കുന്ന ആളുകളും ഒക്കെ ചെറിയ തോതിലെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്ത് സ്വന്തമായി വരുമാനം ഉണ്ടാക്കി അന്നന്നത്തെ ആഹാരത്തിന് വഴി കണ്ടെത്തുവാൻ തക്കവണ്ണം അവരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ വെച്ച് വിതരണം ചെയ്യുവാൻ തക്കവണ്ണം ക്രമീകരിച്ച് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഒരു വലിയ തുകയാണ് ഈ വർഷം ഗ്രേസ് ചാരിറ്റി ആയിട്ടും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത്. ഇത്രയും ചെയ്യുവാൻ തക്കവണ്ണം സഹായിച്ചത് ഈ ഐക്കോണും സെൻറ്റ് ഗ്രിഗോറിയോസ് ചർച്ചും സെൻറ്റ് ജോർജ് ആൽബനിയിലുള്ളതായ ഓർത്തഡോക്സ് ചർച്ചുമാണ് നമ്മളെ സഹായിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയും നമ്മളെ സഹായിക്കാൻ കൂടുതൽ ആളുകൾ മുന്നോട്ട് വരും. നല്ല രീതിയിൽ ഇത് വിനിയോഗിക്കണം. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഈ ലഭിക്കുന്നതായ തുക നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് മാത്രം തരുന്ന തുകയാണ്. ഇതിനകത്തു നിന്ന് വണ്ടിക്കൂലി പോലും നിങ്ങൾ എടുക്കാനായിട്ട് ഉത്സാഹിക്കാതെ ആ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം ആ തുക ഉപയോഗിക്കുകയേ ചെയ്യാവൂ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. പല സ്ഥലങ്ങളിലുമായി തീരുമാനമായിട്ട് സംഗതിയാകട്ടെ ഓർപ്പിച്ചുകൊണ്ട് അവ പൗലോസ്മാർ മെലിത്തോസ് തിരുമേനിയുടെ സൗകര്യാർത്ഥമാണ് ഇന്ന് ഇങ്ങനെ ക്രമീകരിച്ചിരുന്നത്. എന്നാലേ പ്രത്യേകമായ സാഹചര്യം അദ്ദേഹത്തിന് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചില്ല. ശാരീരിക അസൗകര്യം മുഴുകാന്തരം വരുവാനായിട്ട് കഴിഞ്ഞില്ല. എങ്കിലും നമുക്ക് ആ സാന്നിധ്യം നിറസാന്നിധ്യമായിട്ട് ഇവിടെ നമുക്ക് ലഭിച്ച് നമ്മുടെ വന്യ ബഹുമാനപ്പെട്ട PC യോഹന്നാൻ റമ്പാച്ചനാണ്. നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ ഭദ്രാസനത്തിൻ്റെ ആരംഭകാലം മുതൽ എല്ലാ പ്രാവശ്യവും നമ്മുടെ ഭദ്രാസന പൊതുയോഗങ്ങളിലും ഒക്കെ വന്ന് മിക്കവാറും എല്ലാ മീറ്റിങ്ങിലും ഒക്കെ വന്ന് നമ്മോട് സംസാരിക്കുകയും നമ്മളെ നയിക്കുകയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്ന വന്യ ബഹുമാനപ്പെട്ട റമ്പാച്ചൻ ഒത്തമ്പുറത്ത് കോട്ടയം ഭദ്രാസൻ്റെ ഒത്തിരി ചുമതലകളുമായിട്ടും അവിടുത്തെ കോളേജിൻ്റെയും അതുകൊണ്ടൊപ്പം തന്നെ അവിടുത്തെ ഓർഫനേജുകളിലൊക്കെ പ്രവർത്തനങ്ങളുമായിട്ട് സജീവമായി പ്രവർത്തിക്കുന്ന അദ്ദേഹം ഇതിനിടയ്ക്ക് സമയം കണ്ടെത്തി നമ്മുടെ ഈ പ്രോഗ്രാമിൽ വന്ന് നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുവാനും സ്കോളർഷിപ്പ് വിതരണം ചെയ്യുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന വന്യ ബഹുമാനപ്പെട്ട റമ്പാച്ചനോട് വളരെയധികം നന്ദി സ്നേഹമുണ്ട്. വളരെ വിനയപുരസ്സരം അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഓർപ്പിക്കാനുള്ള ഒരു സംഗതി, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ളതായ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അറിയാം, പല കുട്ടികളും സാമ്പത്തികമായിട്ട് പ്രയാസത്തിൽ കഴിഞ്ഞ് പഠിപ്പിക്കാൻ പ്രയാസത്തിൽ മുമ്പോട്ട് പോയിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇതുപോലെയൊരു സഹായം ലഭിക്കുന്നത് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയ നൽവരമാണ്. പിന്നെയും മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു സംരംഭത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളെന്നുള്ള നിലയിൽ എനിക്കിത് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. നിങ്ങൾ പഠിച്ച് മിടുക്കരായി വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫലം, നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു നല്ല അനുഭവം ഇതുപോലെയുള്ള ആളുകൾക്ക് കൊടുക്കുവാൻ വിനിയോഗിക്കുവാൻ നിങ്ങൾ സന്മനസ് കാണിക്കണം എന്ന് ഞാൻ പ്രത്യേകമായി എല്ലാ കുട്ടികളിലൂടെ ഇല്ലെങ്കിൽ തന്നെയും മാതാപിതാക്കന്മാരായ നിങ്ങളെ ആ ചുമതല നിർവഹിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. പല വിധത്തിലേക്കും തിരിയാൻ സാധിക്കും. നല്ല അനുഭവമുള്ളവരായി നല്ല ജീവിത മാർഗത്തിൽ കൂടി ദൈവാശ്രയത്തോടെ ജീവിക്കുന്നവരുണ്ട്, വഴിതെറ്റി പോകുന്ന ആളുകളുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാതെ ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ ഈ സഭയുടെ വിശ്വാസത്തിൽ വളർന്നുകൊണ്ട് നല്ല അനുഭവമുള്ളവരായി ദൈവികമായ ചൈതന്യത്തോടുകൂടി ജീവിക്കുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ തക്കവണ്ണം മാതാപിതാക്കന്മാരായ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആവശ്യമാണ്. പക്ഷെ ആ സാന്നിധ്യം നമ്മൾക്ക് ഈ ലഭിക്കുന്നതിൽ കൂടി ദൈവത്തെ കൂടുതൽ രുചിച്ചറിയുവാനും മനസ്സിലാക്കുവാനും നമുക്ക് ഈ ലഭിക്കുന്നതായ ഈ ഓരോ കാര്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ആ ജ്ഞാനവും അറിവല്ലെങ്കിൽ വേറെ രീതിയിൽ കിട്ടുന്ന കൃപകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി നമ്മൾ യഥാർത്ഥത്തിലുള്ള ദൈവഭക്തി എന്ന് പറയുന്നത് 3 മാനങ്ങളിലാണ് എന്ന് പറയാറുണ്ട്. ഒന്നാമത് ദൈവത്തോടുള്ള ഒരു ബന്ധം,
രണ്ടാമതായിട്ട് ദൈവ മന്ദിരം എന്നുള്ള നിലയ്ക്ക് ഓരോ മനുഷ്യനും അവനവനോട് തന്നെയുള്ള ഒരു ബന്ധം. മൂന്നാമത്തേത് മറ്റുള്ള മനുഷ്യരോടുള്ള ബന്ധമാണ്. എൻ്റെ പ്രവർത്തനങ്ങളെ ആ ഒരു വീക്ഷണത്തിലൂടെ കാണുവാൻ തക്കവണ്ണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓർത്തഡോക്സ് സഭയുടെ വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകൾ ബഹുമാനപ്പെട്ട സന്നീച്ചൻ അനുസ്മരിപ്പിക്കുകയുണ്ടായി ഐക്യണയെ സംബന്ധിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും. വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ അധ്വാനത്തിൻ്റെ ഒരു ഭാഗം കാരുണ്യ പ്രവർത്തനത്തിനു വേണ്ടി മാറ്റിവെക്കുമ്പോൾ ഈ മലങ്കര സഭയുടെ കിഴക്കേ അറ്റത്ത് ഈ ഒരു കോണിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന കുറേ ആളുകൾക്കെങ്കിലും അത് പ്രയോജനകരമായി തീരുന്നു എന്നുള്ളത് ദൈവമുമ്പാകെ ഏറ്റവും അധികം മാനിക്കപ്പെടുന്ന, ഏറ്റവും അധികം അംഗീകരിക്കപ്പെടുന്ന ഒരു വസ്തുതയായിരിക്കും എന്നുള്ളതിന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സെന്റ് ഗ്രിഗോറിയോസ് ചർച്ച് ഓസ്റ്റിൻ 10th ആനിവേഴ്സറി സ്കോളർഷിപ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സെന്റ് ഗ്രിഗോറിയോസ് ചർച്ച് ഓസ്റ്റിൻ. സെന്റ് മേരീസ് അയ്യപ്പൻ കോവിൽ സെന്റ് ഗ്രിഗോറിയോസ് ചർച്ച് ഓസ്റ്റിൻ 10th ആനിവേഴ്സറി സ്കോളർഷിപ്പ് സ്പോൺസർ. അടുത്ത് ഷീന മോൾ വർഗീസ് സെന്റ് മേരീസ് മുണ്ടീരുമ സെന്റ് ഗ്രിഗോറിയോസ് ചർച്ച് ഓസ്റ്റിൻ 10th ആനിവേഴ്സറി സ്കോളർഷിപ്പ് സെന്റ് ഗ്രിഗോറിയോസ് ചർച്ച് സ്പോൺസർ. ആൻഡ് സേലിയ ഐസൻ അജിറ്റ എലിസബത്ത് ജേക്കബ് സെന്റ് മേരീസ് അയ്യപ്പൻ കോവിൽ സെന്റ് ഗ്രിഗോറിയോസ് ചർച്ച് ഓസ്റ്റിൻ 10th ആനിവേഴ്സറി സ്കോളർഷിപ്പ് സെന്റ് ഗ്രിഗോറിയോസ് ചർച്ച് ഓസ്റ്റിൻ. അടുത്ത ഷെമിലി ഷേർലിമോൾ സെന്റ് ഗ്രിഗോറിയോസ് ചർച്ച് ഓസ്റ്റിൻ. ഷെയ്സ് പി സണ്ണി സെന്റ് മേരീസ് കട്ടപ്പന സെന്റ് ഗ്രിഗോറിയോസ് ചർച്ച് ഓസ്റ്റിൻ 10th ആനിവേഴ്സറി സ്കോളർഷിപ്പ് സെന്റ് ഗ്രിഗോറിയോസ് ചർച്ച് ഓസ്റ്റിൻ. അശ്വിൻ ഗുരുവിള സെന്റ് തോമസ് കഞ്ഞിക്കുഴി. ബീന കെ എസ് സെന്റ് മേരീസ് അയ്യപ്പൻ കോവിൽ സെന്റ് ഗ്രിഗോറിയോസ് ചർച്ച് ഓസ്റ്റിൻ 10th ആനിവേഴ്സറി സ്കോളർഷിപ്പ് സെന്റ് ഗ്രിഗോറിയോസ് ചർച്ച് 10th ആനിവേഴ്സറി സ്കോളർഷിപ്പ് സ്പോൺസർഡ് ബൈ സെന്റ് ഗ്രിഗോറിയോസ് ചർച്ച് ഓസ്റ്റിൻ. ലിൻസി മോൾ എബ്രഹാം സെന്റ് തോമസ് കുങ്കരിപ്പട്ടി സെന്റ് ഗ്രിഗോറിയോസ് ചർച്ച് ഓസ്റ്റിൻ 10th ആനിവേഴ്സറി സ്കോളർഷിപ്പ് സ്പോൺസേർഡ് ബൈ സെന്റ് ഗ്രിഗോറിയോസ്. വിവാഹ സഹായത്തിനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന തുക മറിയാമ തോമസ് ചാപ്പാന്തടത്തിൽ കോഴിക്കാനം എന്ന ആളിൻ്റെ മകൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. അത് മുന്നോട്ട് വന്ന് ഈ തുക വാങ്ങിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. സെന്റ് ഗ്രിഗോറിയോസ് ചർച്ച് ഗുഡ് ഫ്രൈഡേ ചാരിറ്റി. ക്യാൻസർ രോഗമായിട്ട് കിടന്ന ഒരാളായിരുന്നു അദ്ദേഹം. ജോൺ മാത്യു ചെല്ലാർ കോവിൽ. അദ്ദേഹത്തിനും ഗുഡ് ഫ്രൈഡേ ചാരിറ്റി ആയിട്ട് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് ഓസ്റ്റിൻ നിന്ന് ലഭിക്കുന്ന തുക ഇപ്പോൾ വന്ന് കൈപ്പറ്റാൻ ഓർപ്പിക്കുന്നു. ജോൺ മാത്യു. രോഗിയായിരിക്കുന്നവരിൽ ഷൈബി കാനാട്ട് നെരിയമ്പാറ സെന്റ് ഗ്രിഗോറിയോസ് ചർച്ചിന്റെ ഗുഡ് ഫ്രൈഡേ ചാരിറ്റിയിൽ നിന്ന് ചികിത്സാ സഹായം. മേഴ്സി മാത്യു വലിയ തോവാള ഹാർട്ട് പേഷ്യൻ്റ് ആയിട്ട് ഇരുന്നാണ് സെന്റ് ഗ്രിഗോറിയോസ് ചർച്ച് ഗുഡ് ഫ്രൈഡേ ചാരിറ്റിയിൽ നിന്നും ഭവന നിർമ്മാണത്തിന് ഹെൽപ്പായിട്ട് സാറാമ്മ ചുഴികുന്നാൽ കൽത്തൊട്ടി. സംബന്ധവും ആവാസവും നാം എല്ലാവരുടെ മേലും എല്ലാ പ്രവർത്തകരുടെ മേലും സഹായങ്ങളുടെ കൈനീട്ടുന്നത് എല്ലാവരുടെ മേലും എപ്പോഴും നീ ഉണ്ടായിരിക്കും.